Hi everyone, I am Vinitha Sunil and you are watching Vinny's Maths. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ SLC എക്സാമിന് മാത്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ലെസനായ അർത്ഥമാറ്റിക് സീക്വൻസിൽ SLC എക്സാമിന് എപ്പോഴും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് വിവരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കൺസിഡർ ദ അർത്ഥമാറ്റിക് സീക്വൻസ് 2, 11, 20 etc. അത് തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് സീക്വൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് 101 ഈസ് ദ ടേം ഓഫ് ദിസ് സീക്വൻസ് വൈ. അപ്പം ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ആൻസറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് 2, 11, 20 എന്നാണ് നമ്മുടെ സീക്വൻസ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കൽ. അപ്പോൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് D = A2 - A1. സെക്കൻഡ് ടേം എന്ന് അതായത് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുക. അപ്പം നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. ഇനിയിപ്പോൾ ഏത് ടേം എടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. A3 A2 എടുത്താലും ആൻസർ വിൽ ബി സെയിം ആണ് കേട്ടോ. അപ്പം A2 A1 കുറയ്ക്കുമ്പോൾ 11 - 2 എന്ന് കിട്ടി. 11 - 2 എന്ന് പറയുന്നതിൻ്റെ നമുക്കറിയാം ഉത്തരം 9 ആണ് എന്ന്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ആൻസർ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ഇതിൽ തന്നെ രണ്ട് സെക്ഷനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. A, B എന്ന സെക്ഷനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് 101 ഇതിലെ പദമാണോ? 101 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 101 എഴുതുക. അതിന്ന് ഫസ്റ്റ് ടേമായ ഈ 2 കുറയ്ക്കുക. ഓക്കെ, കുറച്ച് കിട്ടുന്ന ഉത്തരം നിങ്ങളുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അഥവാ ഗുണിതമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഗുണിതമാണെങ്കിൽ ഈ 101 എന്നത് ഇതിലെ പദമാണ്, അല്ലെങ്കിൽ 101 ഇതിലെ പദമല്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 101 2 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആൻസർ 99 ആണ് എന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 99 കിട്ടി. ഈ 99 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയല്ലോ 9 ആണ് എന്ന്. അപ്പോൾ 9നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 99 കിട്ടുമോ? കിട്ടും. അല്ലെങ്കിൽ 99നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? 101 അതിലെ പദമാണ്, അല്ലെങ്കിൽ 101 പദമല്ല. അപ്പം നിങ്ങൾക്ക് അറിയില്ലോ 99നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 11 പ്രാവശ്യം പോവില്ലേ? അപ്പോൾ 11 എഴുതേണ്ട, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം 99നെ 9നെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ ആൻസർ കൺക്ലൂഡ് ചെയ്യുക? 101 ഈസ് ദ ടേം ഓഫ് ദ സീക്വൻസ്, അതായത് പദമാണ് എന്ന് മനസ്സിലായി. ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇപ്പം ആൻസർ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കാം അല്ലേ. 2020 പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. Write the first term and the common difference of the arithmetic sequence whose algebraic expression is 3n + 5. അതായത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യത്തെ പദവും പൊതുഗുണിതവും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ ഡിഫറൻസ്. അത് തന്നെ ബി പാർട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേം ഓഫ് ആൻ അർത്ഥമാറ്റിക് സീക്വൻസ് ഈസ് 8, കോമൺ ഡിഫറൻസ് 5, വാട്ട് ഈസ് ഇറ്റ്സ് ആൾജിബ്രൈക് ഫോം. തിരിച്ചു ചോദ്യം, മറ്റൊരു ചോദ്യം. അർത്ഥമാറ്റിക് സീക്വൻസിന്റെ ആദ്യ പദം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് ആയ പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൾജിബ്രൈക് ഫോം എഴുതാൻ. അപ്പോൾ ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് 3 മാർക്കിനാണ് 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൾജിബ്രൈക് ഫോമായ സീക്വൻസ് ആണ് xn = 3n + 5 എന്ന ആൾജിബ്രൈക് ഫോം തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
ഫസ്റ്റ് ടേമും അഥവാ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാനാണ്. നമുക്ക് തന്നിരിക്കുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് 3n+5 എന്നത്. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണേ വളരെ എളുപ്പമാണ്. എന്നിന് നിങ്ങൾ ജസ്റ്റ് 1 എന്ന വില കൊടുക്കുക. രണ്ടാമത്തെ പദം കണ്ടുപിടിക്കണേ എന്നിന് നിങ്ങൾ 2 കൊടുക്കുക. മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കണേ എന്നിന് 3 കൊടുക്കുക. അപ്പൊ നമുക്ക് 2 ടേം തന്നെ മതി അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് എന്നിന് നിങ്ങൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 × 1 + 5, അതായത് ഫസ്റ്റ് പദം 8 കിട്ടി. എന്നിന് നിങ്ങൾ 2 കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 × 2 + 5, അഥവാ 6. 6 + 5 എന്ന് പറയുന്നത് 11 എന്ന നമ്പർ കിട്ടി. അടുത്തത് നിങ്ങൾ എന്നിന് 3 കൊടുക്കുക. 3 കൊടുത്താൽ 3 × 3 + 5 എന്ന് കിട്ടി. അതായത് 9 + 5. 9 + 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ 14 എന്ന് കിട്ടി. അപ്പൊ നിങ്ങളുടെ അർത്ഥമാറ്റിക് സീക്വൻസ് കിട്ടി 8, 11, 14 എന്നിട്ടിട്ട് ... അപ്പൊ നിങ്ങളോട് ഫസ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതിലെ ഫസ്റ്റ് ടേം എന്ത്, കോമൺ ഡിഫറൻസ് എന്ത്. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഒരു അറിയുന്ന കുട്ടിയാണെങ്കിൽ ഇത് തന്നെ കണ്ടുപിടിക്കട്ടോ ഫോർമുല വെച്ചിട്ട്. അതല്ലാതെ ഇപ്പൊ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് കുറച്ച് ഒരു ആവറേജ് കുട്ടിക്കൊക്കെ ഈ രീതിയായിരിക്കും എളുപ്പം. അഥവാ ഫോർമുല ബൈ ഹാർട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം കേട്ടോ. അപ്പം 8, 11, 14 എന്നാണല്ലോ. അപ്പം നിങ്ങളെ ഫസ്റ്റ് പദമായ എ എന്നത് 8. ഡി കാണാൻ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചു. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുക. അപ്പം 11 - 8 3. രണ്ട് ആൻസറും കിട്ടി. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ആൻസർ കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്കാണ് വരുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മറ്റൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പം തന്നെ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ബി പാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എ എന്ന് പറയുന്നത് 8 എന്ന് തന്നിട്ടുണ്ട്, ഡി എന്ന് പറയുന്നത് 5 എന്ന് തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഫോർമുലയാണ് xn = dn + a - d എന്നാണ് നമ്മളുടെ ഫോർമുല. അപ്പം ഈ ഫോർമുലയിൽ ഈ ഡിയുടെ പ്ലേസിൽ 5 കൊടുക്കുക. n തന്നെയായിട്ട് എഴുതുക. a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 8 ആണ്, d പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 5 ആണ്. അപ്പൊ നിങ്ങളുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. 5n 8 5 പോയാൽ 3. അപ്പൊ നമ്മളുടെ ആൻസർ കിട്ടി. എന്താണ്? xn അഥവാ നിങ്ങളുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 5n + 3 എന്ന് കിട്ടി. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനും വൃത്തിയിൽ മനസ്സിലായി. 3 മാർക്കും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇത് 2019 മാർച്ച് മാസത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഏതാണെന്ന് നോക്കാം. നമുക്ക് 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ ഫോളോയിങ് സംസ്, അതാണ് ക്വസ്റ്റ്യൻ. അതിൽ 4 സീക്വൻസ് തന്നിട്ടുണ്ട്. 1 + 2 + 3 + etc. +100. സെക്കൻഡ് അതുപോലെ 1, 3, 5 അങ്ങനെ ഉള്ള സീക്വൻസ് ആണ്. അത് etc. 99 വരെ ഉണ്ട്. അതിൽ 2, 4, 6 etc. 100 വരെ, 3, 7, 11 etc. 119 വരെ. അപ്പം ഇങ്ങനെ പല സീക്വൻസും തന്നിട്ട് നമ്മളോട് എന്ത് കാണാനാണ് പറയുന്നത്? സമ്മ് കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ സമ്മിൻ്റെ ഡയറക്റ്റ് ഫോർമുലയ്ക്ക് പോകാം. നിങ്ങൾ സമ്മിൻ്റെ 2 ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മളുടെ സമ്മിൻ്റെ ഫോർമുല. നിങ്ങൾക്ക് സമ്മിനെ പറ്റിയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോർമുല എഴുതുന്നത്. SN എന്ന് പറയുന്നത് n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം. അപ്പൊ നമുക്ക് SN-ന് 2 ഫോർമുല ഉണ്ട്. അതായത് ഒന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നാൽ ഉള്ള ഫോർമുലയാണ് SN = n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം. അപ്പൊ ആ ഫോർമുല വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കാരണം ഇതിൽ ഫസ്റ്റ് പദമായ A1 നിങ്ങൾക്കറിയാം, അതുപോലെ അവസാനത്തെ പദമായ AN നിങ്ങൾക്കറിയാം. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ആൻസറിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സീക്വൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിവിധ ഫോർമുലകൾ എളുപ്പത്തിൽ എടുത്താൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഈ സമ്മിൻ്റെ ഫോർമുല കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 + 2 + 3 + etc. + 100 എന്നാണ്.
അപ്പം ഇത് കാണണമെങ്കിൽ നമ്മളുടെ ഫോർമുലയാണ്, അതായത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരിക്ക് എഴുതിയിട്ടുണ്ട്, ഒരൊറ്റ നമ്പർ വിട്ടിട്ടില്ല. അപ്പം സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഫോർമുലയാണ് n×n+1/2 എന്നാണ്. n എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ലാസ്റ്റ് നമ്പർ അതാണ് നിങ്ങളുടെ n. അപ്പോൾ ഇവിടുത്തെ നമ്പർ 100 ആണ്. n+1 എന്ന് പറഞ്ഞാൽ 100നോട് ഒന്ന് കൂട്ടുക, 101 ഡിവൈഡഡ് ബൈ 2. അപ്പം നിങ്ങൾ ആൻസർ 100ഉം 2ഉം കൂടെ വെട്ടുമ്പോൾ നിങ്ങൾക്ക് 50 കിട്ടി. 50നെ 101 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ആൻസറിലേക്ക് എത്തി അല്ലേ. അപ്പം നമ്മളത് ആൻസറിലേക്ക് എഴുതാം. ഇനി ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഈ സാധനത്തെ ഈ ഫോർമുല വെച്ചിട്ടും കാണാം. n/2 × a+l എന്ന ഫോർമുല ഉപയോഗിച്ച് കാണാം. പക്ഷെ അവിടെ n മിസ്സിംഗ് ആണ്. അപ്പം n-നെ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം അത് കുറച്ചും കൂടെ നമുക്ക് ടൈം വെറുതെ പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് എളുപ്പത്തിന് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പം 50 × 101 എന്ന് പറഞ്ഞാൽ 5050. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 1 + 3 + 5 + etc. 99 വരെയുള്ള നമ്പർ. അപ്പം ഇതിൻ്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ SN ഫോർമുല ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ n-നെ ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെയായാലും നമുക്ക് n-നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാം, 1 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഓഡ് നമ്പേഴ്സ് മാത്രമാണുള്ളത്. അപ്പോൾ നേർപകുതിയില്ലേ നമ്പർ, അപ്പോൾ 50 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫോർമുല ആ 50നെ ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കുക. n² എന്നാണ് ഫോർമുല. അപ്പോൾ ഇവിടെ n എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 50 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ കാണാനുള്ളത് 50നെ സ്ക്വയർ ചെയ്യുക. 5നെ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ 25 ആണെന്ന് 2 0 കൂടി ഇടുക. അപ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സിന് കാണാനുള്ള ഫോർമുല n². നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് കാണാനുള്ള ഫോർമുലയാണ് n×n+1 ഡിവൈഡഡ് ബൈ 2 എന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വരുന്ന മൂന്നാമത്തെ C പാർട്ട് ഓഫ് ദ ചോദ്യം എന്ന് പറയുന്നത് 2 + 4 + 6 അങ്ങനെ എക്സെട്ര +100. അപ്പൊ ഇത് ഈവൺ നമ്പറിന്റെ സമ്മാണല്ലോ അല്ലെ. എല്ലാ ഈവൺ നമ്പറും അടുത്തടുത്തുള്ള ഈവൺ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഈവൺ നമ്പറിന്റെ ഫോർമുല കാണുന്നതാണ് n×n+1 എന്നാണ്. ഇതാണ് നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ഫോർമുല. വേണമെങ്കിൽ നിങ്ങൾക്ക് SN ഫോർമുല വെച്ചിട്ടും ചെയ്യട്ടോ. അപ്പൊ അത് ഒരു പ്രയാസവും ഇല്ല. n ഏതാ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ കാൽക്കുലേഷൻ പാർട്ടിൽ ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പൊ n×n+1. n എന്ന് പറയുന്നത് 2 4 6 അങ്ങനെ 100 നമ്പേഴ്സ് ഉണ്ട്. 100 നമ്പർ പറഞ്ഞാൽ നമുക്കറിയാം ശരിക്കും 100 നമ്പറാണ് ഉണ്ടാവുക, 1 മുതൽ 100 വരെ. പക്ഷെ ഇവിടെ ഈവൺ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഈവൺ നമ്പേഴ്സ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നേർപകുതിയായിരിക്കും നമ്പർ ഉണ്ടാവുക. അപ്പം n = 50 എന്ന നമ്പർ നമുക്ക് കിട്ടി. n എന്ന് പറയുന്നത് 50 നമ്പറാണ്. ഈ ഫോർമുലയ്ക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ 50 × 51 എന്ന് വരും. അപ്പം 51നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങളെ ആൻസർ 2550. ഓക്കെ, അപ്പം നമുക്ക് ഇതും എളുപ്പത്തിൽ തന്നെ കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ പറയാം, D പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പം ഇത് നമുക്ക് ഈവണും അല്ല ഓഡും അല്ല ഒന്നുമല്ല അല്ലേ. അപ്പം നിങ്ങൾക്ക് തുടർച്ചയായ ഓഡ് നമ്പേഴ്സ് അല്ല, അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സ് അല്ല. അപ്പം ഇതൊരു അർത്ഥമാറ്റിക് സീക്വൻസ് ആണ്. അപ്പം നിങ്ങളിവിടെ ആദ്യം n-നെ കണ്ടുപിടിക്കണം. n-നെ കണ്ടുപിടിക്കാൻ നമ്മളെ ഫോർമുലയാണ് an - a/d + 1. ഓക്കെ, അതായത് അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദത്തെ കുറയ്ക്കുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനോട് ഒരു 1 കൂടെ കൂട്ടിക്കൊടുക്കുക. അപ്പം an എന്ന് പറയുന്നത് 199 - 3 ഡിവൈഡഡ് ബൈ d എന്ന് പറയുന്നത് 7 3 കുറയ്ക്കുക. 7 3 കുറച്ചാൽ നിങ്ങൾക്ക് അറിയാലോ 4 + 1. 199 3 കുറച്ചിട്ടുണ്ടെങ്കിൽ 196 ഡിവൈഡഡ് ബൈ 4 + 1. 196 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 49 എന്ന്. 49ന് 1 കൊണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസർ 50 എന്ന് കിട്ടി. അപ്പം നിങ്ങൾ n കണ്ടുപിടിച്ചു. n കണ്ടുപിടിച്ചാൽ ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മൾ പഠിച്ച SN-ന്റെ ഒരു ഫോർമുല മിസ് എഴുതുന്നല്ലോ, ആ SN-ന്റെ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യുക. n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം. n/2 എന്ന് പറഞ്ഞാൽ 50/2 × ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 199.
അതായത് 50/2 പറഞ്ഞാൽ 25. 25 ഇൻറ്റു 199 3 കൊണ്ട് കൂട്ടുക, 202 അല്ലേ? 202 കിട്ടി. ഇനി 202നെ 25 കൊണ്ട് നമുക്ക് നിഷ്പ്രയാസം മൾട്ടിപ്ലൈ. ഈ 25 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന മിസ് ഒരുപാട് ഈസി ട്രിക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മക്കളൊന്ന് പോയി നോക്കുക, എങ്ങനെയാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നത്. അപ്പം ഞാനൊക്കെ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെയാണ് ആൻസർ എഴുതുന്നത്. മനസ്സിൽ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ ആൻസർ എന്താ ഞാൻ എഴുതാൻ പോവാണേ, 5050. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി കേട്ടോ. ഈ ഞാൻ പറഞ്ഞ പോലെ ഈസി ട്രിക്സ് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇത് 4 ക്വസ്റ്റ്യൻ ABCD 4 മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടി. ഇത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് SLCക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ. There are 20 terms in an arithmetic sequence. Sum of the first and the last term is 88. അതായത് ആദ്യ പദവും അവസാന പദത്തിൻ്റെയും തുക 88 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ദ 19th ടേം. അതായത് 2ാം പദവും 19ാം പദവും തമ്മിലുള്ള സമ്മ് എന്താണ്? ഇഫ് ദ 10th ടേം ഈസ് 42, വാട്ട് ഇസ് ദ 11th ടേം? 10ാം പദം 42 ആണെങ്കിൽ 11ാം പദം എത്ര? വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? പൊതുവ്യത്യാസം എന്ത്? വാട്ട് ഇസ് ദ ഫസ്റ്റ് ടേം? ആദ്യ പദം എന്ത്? ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കിന് ചോദിച്ചാണ്. 2018 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ നമുക്കൊന്ന് ആൻസറിലേക്ക് കിടക്കാം. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ദ 19th ടേം? അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ 1ാം പദവും AP ആണ്. AP ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അർത്ഥമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അർത്ഥമാറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ എല്ലാ ടേംസും കോമൺ ഡിഫറൻസ് വിൽ ബി സെയിം ആയിരിക്കും അല്ലേ. കോമൺ ഡിഫറൻസ് നമുക്കറിയാം, സെക്കൻഡിന്ന് ഫസ്റ്റ് കുറയ്ക്കുമ്പോഴും തേർഡിന്ന് സെക്കൻഡ് കുറയ്ക്കുമ്പോഴും ഇതൊക്കെ നമുക്ക് പൊതുവ്യത്യാസം ഒരേ നമ്പേഴ്സാണ് കിട്ടുക. അപ്പം നിങ്ങൾക്ക് ആദ്യ പദവും 20ാമത്തെ പദവും കിട്ടുന്ന തുക തന്നെയായിരിക്കും 2ാം പദവും 19ാം പദവും കൂട്ടിക്കിട്ടുന്ന തുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ദ 19th ടേം എന്നാണ്. അപ്പൊ സെക്കൻഡ് ടേമിന്റെയും 19th ടേമിന്റെയും തുക എന്ത്? അപ്പൊ നിങ്ങൾക്കറിയല്ലോ, 1ാം പദവും 20ാം പദവും കൂട്ടിക്കിട്ടുന്ന തുക ഓൾറെഡി നിങ്ങൾ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 88 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2ാം പദവും 19th ടേം 19ാം പദവും കൂടെ കൂട്ടിക്കിട്ടുന്ന തുകയും എന്ത് തന്നെയായിരിക്കും? 88. കാരണം AP ആയതുകൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദ 10th ടേം ഈസ് 42, വാട്ട് ഇസ് ദ 11th ടേം? അതായത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് 11ാം പദം അഥവാ 11th ടേം എത്ര? 11th ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 10th ടേമും 11th ടേമും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? 10th ടേം പ്ലസ് 11th ടേം. ഇപ്പൊ മിസ് ഒരു കാര്യം പറഞ്ഞു, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടിയ 88, അതിന്റെ അടുത്ത ടേം സെക്കൻഡും 19ഉം കൂട്ടിയാൽ 88, തേർഡും 18ഉം കൂട്ടിയാൽ 88 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ 11th 10th കൂടെ കൂട്ടിയാൽ എന്തായിരിക്കും വരിക? 88. അപ്പൊ കുറച്ച് കോമൺ സെൻസ് ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. ഇനി 10ാം പദം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 42 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 11th ടേം ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്, ഈസ് ഈക്വൽ ടു 88. അപ്പൊ 11th ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 88 42 കുറയ്ക്കുക. അപ്പൊ നിങ്ങളെ ആൻസർ കിട്ടി 46 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആൻസറും എളുപ്പത്തിൽ തന്നെ കിട്ടി. നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത ചോദ്യമാണ്, എന്താണ് പൊതുവ്യത്യാസം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 2 ടേംസിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാം. അതായിരിക്കും നിങ്ങളുടെ പൊതുവ്യത്യാസം അല്ലെ. പക്ഷെ ഇവിടെ അടുത്തടുത്തുള്ള ടേംസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 11ാമത്തെ പദവും 10ാമത്തെ പദവും തമ്മിൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടുമല്ലോ അല്ലെ. അപ്പോൾ 11ാമത്തെ പദം നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചു. 10ാമത്തെ പദവും നിങ്ങൾക്ക് അറിയാം. അത് രണ്ടും കൂടെ ഒന്ന് കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ തേർഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ D കണ്ടുപിടിക്കാനാണ്, കോമൺ ഡിഫറൻസ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത്
11th ടേമിൽ നിന്ന് 10th ടേം ഞാൻ കുറയ്ക്കുകയാണ്. 11th ടേം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ആണ്. അതവിടെ 46 എന്ന്. 10th ടേം എന്ന് പറയുന്നത് നമുക്കറിയാം 42 ആണ് എന്ന്. അപ്പം ഇത് കുറച്ചാൽ നിങ്ങൾക്ക് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 4 എന്ന നമ്പർ കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ആ ആൻസറും കറക്റ്റായി. ഇനി ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് എന്താണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 10ാമത്തെ പദം ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. 10th ടേം നിങ്ങൾക്ക് അറിയാൻ പറ്റും. 10th ടേം എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല എന്താണ്? a പ്ലസ് 10 - 1d എന്നല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം a പ്ലസ് 9d എന്ന് നമുക്ക് എഴുതിക്കൂടെ? എഴുതാം. എ എന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എ എന്നുള്ളത് നമ്മൾ എ തന്നെ എഴുതാം. 10th ടേം നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് ആ നമ്പർ? 10ാം പദം എന്ന് പറയുന്ന നമ്പറാണ്. നമുക്ക് 42 എന്ന് തന്നിട്ടുണ്ട്. എ നമുക്കറിയില്ല. ഡി ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചു. 9 × 4 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 42 = a പ്ലസ് 9 × 4 36 എന്നാണ്. അപ്പൊ a = 42 - 36 ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എ കിട്ടി, ആദ്യ പദം കിട്ടി. 36ഉം 42ഉം കൂടെ കുറച്ചാൽ നിങ്ങളുടെ എ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പാർട്ടിനും ആൻസർ കിട്ടി. 4 മാർക്ക് എളുപ്പത്തിൽ കിട്ടി. അപ്പൊ ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ഈ പാഠത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 2020 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് നോക്കിക്കോളൂ. 5th term of an arithmetic sequence is 38 and the 8th term is 62. അങ്ങനെയാണെങ്കിൽ അതായത് 5ാമത്തെ പദം 38ഉം 8ാമത്തെ പദം 62ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? എന്താണ് പൊതുവ്യത്യാസം? ഈ സീക്വൻസിന്റെ പൊതുവ്യത്യാസം എന്ത്? വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദ സീക്വൻസ് ബി 100? ഏതെങ്കിലും 2 ടേംസ് നിങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 കിട്ടുമോ? വൈ? എന്താണ് റീസൺ? അപ്പൊ ഇതാണ് നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിച്ചോളൂ ആൻസറിലേക്ക്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഡി ആണ് കാണുന്നത്. കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 2 ടേംസ് തന്നിട്ടുണ്ട്, അതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു എളുപ്പത്തിൽ ഒരു ഫോർമുല ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡി = ഡിഫറൻസ് ഇൻ ടേംസ് divided by difference in their position. അവ തമ്മിലുള്ള പൊസിഷൻ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. ആ ടേംസും തമ്മിൽ കുറയ്ക്കുക. ഓക്കെ, അപ്പം ഡിഫറൻസ് ഇൻ ടേംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 62 - 38. അത് ഈ 62ാമത്തത് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കുക. 38ാമതും ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കുക. അപ്പം നമുക്ക് അറിയാൻ പറ്റും 8ാമത്തെ പൊസിഷനിലും 5ാമത്തെ പൊസിഷനിലുമാണ്. അപ്പം നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പം 62 - 38 / 8 - 5 അതാണ് നിങ്ങളുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്തെടുത്തോളൂ. അപ്പം നമ്മളൊന്ന് സബ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആൻസർ 24 / 3 എന്ന് കിട്ടി. 24 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ. എത്രയാണ് ആൻസർ? 8 എന്ന ആൻസർ കിട്ടിയോ? അപ്പം നിങ്ങളുടെ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 100 അതായത് 100 ഈ ഒരു സീക്വൻസിലെ പദമാണോ? അപ്പൊ സീക്വൻസിലെ പദമാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണോ ഈ 100 എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 100 ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇത് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ചോദ്യം 100 ആണ് നിങ്ങളുടെ പദം. 100നെ നിങ്ങൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ആൻസർ കിട്ടുമോ? 8നെ കൊണ്ട് 8ന്റെ മൾട്ടിപ്പിൾ ആണോ 100 എന്ന് നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ആൻസർ കിട്ടുമോ? ഇല്ലല്ലോ, ഡെസിമൽ നമ്പർ അല്ലേ കിട്ടുക. കൃത്യമായിട്ടൊരു ആൻസർ വരുന്നില്ലല്ലോ. അപ്പൊ 100നെ 8 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 12
നിങ്ങൾക്ക് കോഷ്യന്റ് കിട്ടുന്നു, 4 നിങ്ങൾക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്നു. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ പോകുന്നില്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? 12.5 എന്നാണ് നിങ്ങൾക്ക് ആൻസർ. 0.5 എന്നൊക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരാൻ പാടില്ല, ശരിക്കുള്ള ഒരു നമ്പറേ വരാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആൻസർ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? 100 ഈ ഒരു സീക്വൻസിലെ പദമല്ല, അങ്ങനെ കൺക്ലൂഡ് ചെയ്യുക. Therefore നിങ്ങളുടെ ആൻസർ നോ, 100 ഈസ് not a multiple of the common difference. Okay. അപ്പം നിങ്ങളെ ആൻസർ കഴിഞ്ഞു. 3 മാർക്കിൻ്റെ ചോദ്യമാണ് 2020 മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ബുക്സ്, നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വൃത്തിയിൽ പഠിക്കുക. അതിന് പുറമെ ഒരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഒന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ അതാണ് ഇപ്പോൾ മിസ് ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വിവിധ, അതായത് 10 കൊല്ലം ഇല്ലെങ്കിലും ഒരു 5 കൊല്ലത്തേക്കെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ആ പാഠത്തിന് വരുന്ന ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഓരോരോ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അഥവാ പ്രീവിയസ് ഇയേഴ്സ് ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ള തുടർന്നുള്ള എല്ലാ വീഡിയോസിലും വരുന്നത്. അപ്പോൾ ഇത് ആട്ടോമാറ്റിക് സീക്വൻസിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതേപോലെ സർക്കിൾസ്, അടുത്ത വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് പാഠമായ പ്രോബബിലിറ്റി, അങ്ങനെ എല്ലാം ചെയ്ത് നിങ്ങൾക്ക് തരാം. അപ്പം എല്ലാ വീഡിയോസും കാണുക. അതിനനുസരിച്ച് നിങ്ങൾ വൃത്തിയിൽ മാത്സ് പഠിച്ചിട്ട് എല്ലാവരും A+ എന്ന ഒരു ക്രൈറ്റീരിയയിൽ തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പബ്ലിക് എക്സാം. ബൈ ബൈ.